ഓ കണക്ക് പഠിച്ച് ഇവിടെ കേറി എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ സിറ്റിയിലുള്ള മൊത്തം ചിക്സ് ഇവിടെ വരാറുണ്ട്. പഠിക്കാൻ വേണ്ടിട്ടാ? അല്ല പഠിപ്പിക്കാൻ ഇവിടെ കൊച്ചു പിള്ളേരല്ലാതെ ആരാ വരുന്നത്? കൊച്ചു പിള്ളേരുടെ സ്കൂളല്ലേ? ഇല്ലറാകെ ആ ചന്ദ്രന്റെ മൊണ്ണ മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. ചന്ദ്രന്റെ തലയായിരിക്കൂലേ ഈ പറഞ്ഞ കണക്ക് ടീച്ചറേ ചന്ദ്രന്റെ ഭാര്യയാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഒരു നീലമുടി. അയ്യോ അത് അലീനയാ. അത് ചന്ദ്രന്റെ ശരി. പേരിന് മാത്രമുള്ള ആശാനെ, അവരാ കഴിവൊന്നുമില്ല, മനസ്സിലായ? അപ്പൊ കൊഴപ്പില്ല. പക്ഷെ ഈ ബാലനെല്ലാം എങ്ങനെയാടാ ഇങ്ങനത്തെ പെണ്ണിനെ കിട്ടിയേ? ഞാനും ആലോചിക്കുന്ന ആശാനെ, എങ്ങനെ ഇവർക്കൊക്കെ സിറ്റ് ആയത്? അതന്നെയല്ലേ പറയുന്നത്. ഇവിടെ ബാലന് വരെയായി. ഇവിടെ പറഞ്ഞ ആശാനെ ഇപ്പൊ ഈ ലുക്സിലും നമ്മുടെ പ്രവൃത്തിയിലൊന്നും അല്ല. മറ്റേ പൂക്കി ഡ്രസ്സൊക്കെ ഇട്ട് 24 മണിക്കൂർ ഇവിടുമായിട്ട് തോലിപ്പിച്ച് നടക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ പെണ്ണൊക്കെ കിട്ടുള്ളൂ. അത് നമുക്ക് ശരിയാവില്ല വാസേ. പിന്നെ നമുക്ക് എന്തോരം നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം എത്ര വയസ്സായി, എനക്കെല്ലാം പിന്നെ ഒപ്പിക്കാന്ന്. എനിക്കൊന്നും തീരെ പറ്റൂല. ഇതാ മുടിയെല്ലാം നന്ന പച്ചപ്പോയിന് കേട്ടാ. മുടിയെല്ലാം പണ്ടത്തെ പോലെ നല്ലല്ലേ. പെണ്ണിനെ കുറിച്ചിട്ട് വയസ്സ് പറയല് അങ്ങനെ പറയലൊന്നുമില്ല. വയസ്സിന് ആശ പറയുമ്പോ നോക്കിയാണ് ആശാനെ. പക്ഷെ പുറത്ത് ഈ ഇവന്മാരുടെ മുമ്പിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ മുടിയുടെ കാര്യമൊക്കെ പറയുമ്പോ ഇന്നലെ ആണേ നോക്കിയോട്ടെ ഇപ്പൊ തന്നെ നരച്ച് കണ്ട കഴിയല്ലേ അത്. പറഞ്ഞോണ്ടിടിച്ചാണോ മൈൽസ് 5 കൊരകന്മാരോ കൂട്ടിട്ടേ വരുന്നോളൂ. കണ്ടാ You bestie, I bestie, we are bestie. ഹലോ ദാമോദര ചുമ്മാണ് വെറുതെ ഒന്നുമില്ല. എന്താ കളിക്കുന്ന ഹോസ്റ്റൽ എടുത്തെന്ന് പറഞ്ഞിട്ട് ചുമ്മാറിഞ്ഞ എടുത്തുണ്ട്. എടാ ഇന്ന് സിറ്റുവേഷൻ ഒന്നും എടുക്കില്ലടാ. ബാക്കി ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക. ചുമ്മാ പറയാ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കൊരങ്ങന്മാർക്ക് ഇടയ്ക്കൊക്കെ അഡ്മിഷൻ കൊടുക്കാനാ. വായിലെന്തോ കേറി വാസുവിന്റെ. വാസു ഇവിടെ മനുഷ്യന്മാർക്ക് മാത്രല്ല കൊരങ്ങന്മാർക്കും അഡ്മിഷൻ കൊടുക്കും. നീ വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കോ. കൊരങ്ങനെ കാണുമ്പോ എനിക്കിട്ട് ഇവനെ മാറ്റി എടുത്ത് സംസാരിക്കാൻ വരുമ്പോ ഇങ്ങനെ ഓന്റെ മുഖത്തൊക്കെ എന്തൊരു ഐശ്വര്യായി. ഓന്റെ മുഖത്തൊക്കെ ആനിമൽസിനോട് വളരെ മാന്യമായി പെരുമാറണമെന്നാണ് ആശാനെ കേട്ടോ. പ്രത്യേകിച്ച് എലികളോട് അല്ലേ? എന്തിനാണോ ഇങ്ങനെ ഇറന്ന് മേടിക്കാൻ വേണ്ടി ഓരോരുത്തർ വരുന്നത്? ഞാൻ കുറച്ച് കുരങ്ങന്റെ തീട്ടം വാരി മുഖത്ത് വെച്ചായിരുന്നു. നിന്റെ നേരത്ത് ചൊറിയാൻ കണ്ടില്ലല്ലേ ഇതുവരെ? ഓന് ചൊറിയാനല്ലേ 3-4 പെമ്പുള്ളൊരു ബാക്കില്. ഇങ്ങനെ പോലല്ലേ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്രയും മനുഷ്യന്മാരുടെ ഡോമിനൻസിൽ നീ എവിടെ വെച്ച ആളാവടാ? പിടിച്ച് പ്രസിഡന്റ് ആക്കി ഇവിടെ പറഞ്ഞാ മതിയല്ലേ സാറ്. ഇതിനെ വാസു ഇതിനെല്ലാം ഇത്രയും നിലവാരം പ്രതീക്ഷിക്കണ്ടു. ഇവിടെ നടത്തുന്ന സ്കൂളല്ലേ, പിന്നെ ഇത്രയും നിലവാരം പ്രതീക്ഷിക്കണ്ടു. പ്രതീക്ഷിച്ചാ മതി. കൊരകനും ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വരുന്നത് മറ്റേ ഈ പറയണത് പോലെ ജിറാഫ് അവരൊക്കെയാണ്. ഇങ്ങനെ കുറെ സാധനങ്ങളാണ് ഇതിനകത്ത്, മനസ്സിലായത്? അല്ലാതെ വേറെ മനുഷ്യന്മാരുടെ ഇവിടെ പഠിക്കാൻ ആകെ ഉള്ളത് ചന്ദ്രൻ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ദത്തെടുത്തോണ്ട് വന്ന ഒരു കൊച്ചിറക്കലുണ്ട്. അവൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരട്ടച്ചക്കൻ കേട്ടാ. സത്യം ഒരു പേഴ്ച തലകറിച്ച് തന്തയൊക്കെ മോശം ചേർക്കാൻ. അങ്ങനെ ആണുങ്ങളായ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താ നിനക്ക് കൊച്ചുങ്ങളുണ്ട്? നിനക്ക് കൊച്ചു വേണം ഇപ്പൊ? തലേ കയറാൻ വേണ്ടിട്ടാണ് ആൾക്കാർ, മനസ്സിലായ? കൊച്ചുണ്ടാവുന്നതോ? കൊച്ചുണ്ടാവുന്നതല്ല,
എനിക്ക് കൊച്ചുണ്ടാവും. വേണ്ട വേണ്ട അത് പറഞ്ഞാൽ ചിലപ്പോ ഒഫൻസീവ് പോയി ആശാനെ എന്നെ കൺട്രോൾ ചെയ്യും ആശാനെ എന്നെ കൺട്രോൾ ചെയ്യും വേണ്ട വേണ്ട വാസു വേണ്ട നിർത്തിക്കോ നിർത്തി വേണ്ട വേണ്ട വാസു കൺട്രോൾ കൺട്രോൾ. ബെസ്റ്റി നിങ്ങൾ എന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങക്ക് രണ്ടാക്കും കൺട്രോൾ ഇല്ലേ? ഇല്ല എനിക്കറിയത്തില്ല, എനിക്ക് ആശാന് കൺട്രോൾ ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഒക്കെ തോന്നണമെങ്കിൽ അല്ല ആശാനെ പെണ്ണുങ്ങളൊക്കെ കാണണം. അല്ലാതെ ഇതുപോലത്തെ മറ്റേ ഇതിനകത്ത് തുണി വിറ്റിയതിനൊന്നും കണ്ടാൽ എനിക്ക് അങ്ങനെ ഒന്നും വരത്തില്ല. പോസ്റ്റോകേമിനകത്ത് പോയ തന്ത കൊറേ നാളെ മറ്റേ പന്നിക്കച്ചവടക്കാരനുണ്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ആശാനെ ഞാൻ ഇതൊക്കെ കേൾക്കാൻ. പെണ്ണുങ്ങളെ കണ്ടാലേ കൺട്രോൾ പോകത്തുള്ളൂ. കൺട്രോൾ പോകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഫീലിങ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായ? വികാരം വികാരം പൊന്നാശാനെ ഒരുത്ത എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവന്റെ 10 ഏക്കർ പന്നിത്തോട്ടം തരാൻ നീ എന്റെ കൂടെ വരാമെന്ന്. ഞാൻ അന്നേരം റിജക്ട് ചെയ്ത് വിട്ടു. അത് എന്തിനു വേണ്ടിട്ടാണ് ഈ കണ്ണി കണ്ട പെണ്ണ് ഫുഡ് ഉണ്ടോ? മനുഷ്യൻ തിന്നുന്ന എന്തെങ്കിലും കെവിനെ മനുഷ്യൻ തിന്നുന്ന എന്തെങ്കിലും ഉണ്ടോ തന്നെ? നിനക്ക് ബാക്കിയുള്ള കൊരങ്ങന്മാരെ കണ്ട തിരിച്ചറിയോ? എല്ലാ അമ്മയും സെയിം മോന്തയല്ലേ? എല്ലാവർക്കും ഈ മോന്ത തന്നെയല്ലേ? എന്തിനൊക്കെ തിരിച്ചറിയാൻ പറ്റും? ഒരു മിനിറ്റ് 1102 എന്നോട് സ്കൂൾ ഓർക്കാൻ പറയടാ അപ്പുക്കുട്ടാ. ഇവനെ കാണുമ്പോഴേ ഉണ്ട് വെച്ച് അങ്ങ് അറിഞ്ഞു കൊടുക്കാം. കോച്ച് 1102 താ കോച്ച്. ആരെങ്കിലും ഒരു ഫുഡ് തന്നെടാ ചൂടെ ഫുഡ് തന്നെടാ. തനിക്കൊരങ്ങനെ മിൽക്ക് ഷേക്ക് കണ്ടപ്പോഴത്തേക്ക് ചാടി അങ്ങ് പിടിച്ചതില്. ഐഡി 1102 ഒരെണ്ണം. അതാരാ തന്നോ എനിക്ക്? കടഞ്ഞെടുത്ത മിൽക്ക് ഷേക്ക് എടാ അച്ഛനെ ഞാൻ പറഞ്ഞില്ലേ ഇവൾ എന്റെ അടുത്ത് ഇങ്ങനത്തെ വർത്താനം മാത്രമേ പറയുള്ളൂ. ഇവളുടെ അടുത്തൊക്കെ എങ്ങനെ റൊമാൻറ്റിക് ആവാൻ പറ്റും ആശാനെ? ആശാൻ തന്നെ പറ. ഒരിക്കലും പറ്റുന്ന കാര്യമല്ല അത്. മനസ്സിലായോ? ചോണമുടിയും നീലമുടിയും ഒക്കെ ഒരു കാലത്ത് ഞാൻ കല്യാണല്ലോ ഓർമ്മിച്ചു പോന്നു. ഞാൻ ആരുടെ? നിന്റെ. എന്റെ? എനിക്കതൊന്നും ഓർമ്മയില്ല. എനിക്ക് കല്യാണം, എനിക്ക് ഗ്യാങ്ങാണ് പ്രയോറിറ്റി. പ്രയോറിറ്റി. ആശാനെ നമ്മള് വണ്ടിയിൽ വെച്ചോ സംസാരിച്ച ആശാനെ. ഞാൻ അനക്കും വാസുവിന് ഒരു ഇംഗ്ലീഷ് ക്ലാസ് തരുവാ. ഇവളുടെ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടിട്ട് പോയാ മതി. വാ വാസനീരി ഇതെങ്ങനെ ഇരിക്കണ്ട വാസു? അതിന് കണ്ണ് വെച്ച് നോക്ക്. കണ്ണ് വെച്ചിട്ട് ആൾട്ട് കണ്ണ് വെച്ച് നോക്കിട്ട് സിറ്റ് ഡൗൺ. അത് നമ്മള് പണ്ട് അങ്ങനെ പറയല് അല്ലേ? ക്ലാസ് എങ്ങനെ ആധാർ കാർഡിന്റെ വെരിഫിക്കേഷൻ വന്നപ്പോ അച്ഛന്റെ പേരെന്ന് ചോദിച്ചപ്പോ വെയിറ്റ് ചെയ്യാൻ അമ്മയോട് ചോദിക്കട്ടെന്ന് പറഞ്ഞോളാ. ആണോ? നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? കഴുകനെന്നാണോ? കഴുകനെന്നാണോ? അല്ല ഗോപാലൻ. എന്റെ അച്ഛന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിനാ കണ്ടാ അതുപോലെ തന്നെ എനിക്കും അറിയത്തില്ല. കണ്ടില്ലാത്തവളാ ഞാന്. അന്തസ്സായിട്ട് പറയുന്നുണ്ട് കേട്ടാ വാസു.
ഇല്ല അതെ മറ്റേ പിഴച്ച ചേർക്കാൻ വാസു അല്ല മറ്റേ ഇവിടെ എലി എന്തടി ആ, പഠിപ്പിക്ക് രണ്ടക്ഷരം പഠിപ്പിക്ക്. നീ എങ്ങനെയാ പിള്ളേരെ പഠിപ്പിക്കുന്ന നോക്കട്ടെ. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല ഇത് അലീനയാണ് ഇവിടെ പഠിപ്പിക്കാൻ class അറിയില്ല ഇതിന് എടുക്കുന്നത്. വായത്താളം മാത്രമേ ഉള്ളൂ. അതാ ആ ചെറുക്കനെ നോക്കിയാൽ പെർഫെക്റ്റ് എക്സാമ്പിൾ കണ്ട അയ്യോ ഇതാണ് ചന്ദ്രന്റെ മൊണ്ണ. അതെ, മോന് ഞങ്ങളുടെ മൊണ്ണയില്ല. ഇംഗ്ലീഷ് ആയിരുന്നു ലീവാണ്. ബ്ലൂ ആയിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് കറക്റ്റ് എന്നാ കണക്ക് പഠിപ്പിക്കട്ടെ. കണക്ക് ടീച്ചറെ വിളിക്ക്. കണക്ക് ടീച്ചർ ഇങ്ങ് വന്നേ. கால்ல இருக்காங்க ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന തമിഴ് ടീച്ചർ ആവണി മാം എന്താ പഠിപ്പിക്കുന്നേ? ആവണി മാം സെറ്റപ്പുകളല്ലേ ഇവിടെ. தமிழ் தான் വാസു തമിഴ് വേണോ ഇംഗ്ലീഷ് വേണോ? അല്ല തമിഴ് വേണോ അല്ലെങ്കിൽ മറ്റേ കണക്ക് വേണോ? വിദ്യാഭ്യാസം വിവരമില്ലാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്ന മൊത്തം. കണക്ക് പൊളിഞ്ഞോ? நான் உங்ககிட்ட ஒரு சிம்பிள் क्वेश्चन கேட்கவா കേക്ക്. കേക്ക്. ஓகே சன்னோட ஆப்போசிட் என்ன മൺ. മൂൺ அல்ல டாட்டர் ശരി അടുത്തത് കേള്. டாட்டரோட ஆப்போசிட் என்ன പ്രീസ, നിന്റെ എന്നോട് ചെവിയിൽ പഠിപ്പിച്ചു കൊടുക്ക്. ரைட் ரைட் ഈസി அல்ல ராங் ഏ, കൂ, 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 കൂ. ഇത് തന്നെയാന്ന് പറഞ്ഞത് പിള്ളേരെ അടുത്ത ജമ്മു ഈ ടീച്ചറിന് ഈ രണ്ട് ക്വസ്റ്റ്യൻ അറിയത്തുള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഇത് തന്നെ ചോദിച്ചത്. யாரு சொன்னா അപ്പുകുട്ടൻ ഇവിടെ പഠിക്കുമ്പോ ഇവരുടെ ടീച്ചർമാരൊന്നും ഇല്ലേടാ. பாருங்க ദേ, കണ്ടില്ലേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായി ഈ സ്കൂളില് പിള്ളേരില്ലാത്ത എന്താണെന്ന്. ആ പറയാൻ കൂട്ടാ. അതെ അതെ ഇവിടെ അണ്ണാമ്പള്ളിയും കുരങ്ങനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ വലിയ സംസാരിക്കുമ്പോ അവനൊരു- ആ. ആശാനെ നമ്മുടെ പ്ലാൻ എന്തായാലും നടത്തണം. എല്ലാ വീഡിയോയിലും കയറി കൊച്ചുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിപ്പിച്ച് അഡ്മിഷൻ എടുപ്പിക്കണം. അല്ല ശരിയാവത്തില്ല. എല്ലാ വീട്ടിലും കയറി കൊച്ചുങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നത് പറഞ്ഞോളല്ലേ. ആശാൻ പറഞ്ഞത് എനിക്ക് കണക്ക് ടീച്ചർ വന്നാ കണക്ക് ടീച്ചർ വന്നാ ചില്ലറ കഴപ്പല്ലേ ആശാനെ നിങ്ങൾക്ക്. എല്ലാ വീട്ടിലും കയറി വരാതെന്ന് പറയാനൊരു അവസരം അതിനകത്ത് ഒപ്പിച്ചല്ലേ. ഹലോ അണ്ണാ, ആ പറടാ. ഇത് എന്റെ മോൻ സിജു ഉച്ചിയ. ആ സിജു സിജുമോനെ സിജു ഉച്ചിയ. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു നമസ്കാരം പറയുന്ന ഒരു മോനെ കണ്ടിട്ടാ. എന്താ ബഹുമാനം. சொல்லிக்கொடு നിനക്കും കിട്ടിയല്ലേ ഒരെണ്ണം? സുഖല്ലേ എനിക്ക്. അണ്ണാ ഇത് നീ റെഡിയാക്കിയതാണോ വേറെ மறுபடியும் ரிப்பீட் பண்ணு ഈ ലോൺ കരുതി ലോൺ നേരത്തെ പറഞ്ഞില്ലേ ഓൻ്റെ പൊങ്ങാന്ന്. உங்களுக்கு அதெல்லாம் ആദ്യം വാസുമാമൻ അവസാനം ஃபர்ஸ்ட் கேட்டு உங்களுக்கு ஆன்சர் கூட பண்ண முடியல நீ சொல்லு. ഞാൻ ഒരു കണ്ണാപ്പിയാണല്ലേ പറഞ്ഞത്. ലാവണി എടുക്കണം. കണ്ണാപ്പി പറഞ്ഞ വിശ്വസിക്കാം. ആമാ ആവണിയുടെ തമിഴ് ക്ലാസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അവളെ അത് എന്താണ് പഠിപ്പിക്കുന്നത് എനിക്കൊന്നും അറിയണം. ഇല്ലില്ല ഇത് തന്നെയാണ് അച്ഛൻ എന്റെ ഇത് തന്നെയാണ് കണ്ടറിയാം. ഞാനും ഒരു നല്ല മാച്ചല്ലേ. അതെ അതെ അതെ. ആശാനെ ഇവിടെ തമിഴ് പെൺപിള്ളാരെ വളയ്ക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒക്കെ വായി നോക്കിയോണ്ടെങ്കിൽ നമ്മുടെ തമിഴ് ടീച്ചർ ഇത് ഇന്ന ക്ലാസ് ഞാനും അച്ഛനും ഉണ്ട് ക്ലാസ്. കണക്കില്ലേ കണക്കില്ല. നിങ്ങളുടെ ഇറക്കം എങ്ങോട്ടൊന്ന് മനസ്സിലാവുന്നുണ്ട്. പിള്ളേരുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഉണ്ടല്ലോ ഭയങ്കര അലപ്പ് കേട്ടോ എല്ലാരും കൂടെ. നല്ല മോനല്ലേ. കണക്ക് പഠിപ്പിക്കാൻ പറ. എടാ വാസു, எல்லாருக்கும் நான் பேசுறது கேக்குதா இல்லையா കേക്കാം ടീച്ചർ சரி சோ எல்லாருக்கும் வணக்கம். என்னோட பேர் ஆவணி. நான் தான் உங்களோட தமிழ் டீச்சர். വണക്കം வணக்கம். இனி எல்லாருமே எழுந்திருந்து உங்க பேர் சொல்ல முடியுமா? ആ പേസ முடியும். இன்ட்ரோடக்ஷன் தான் நம்ம ஃபர்ஸ்ட் கிளாஸ்ல பண்ண போறோம். മോർണിംഗ് ടീച്ചർ. குட் மார்னிங். ഇത് ഡിലേ വിളി. അപ്പുകുട്ടൻ. அது வந்து நீங்க வந்து தமிழ்ல பேச ட்ரை பண்ணுங்க. അപ്പുകുട്ടൻ. ഇതിലെങ്ങനെ തമിഴ് അപ്പുക്കുട്ടൻ അപ്പുക്കുട്ടൻ ആശാൻ തുടങ്ങിക്കോ. അപ്പുക്കുട്ടന്റെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പുക്കുട്ടൻ അന്നാ അപ്പുകൂട്ടം പറഞ്ഞോ. ये പേര് അപ്പുകുട്ടൻ. ടെസ്റ്റ് വിറ്റ് മേഡം. അല്ല മാം. இந்த ஒரு അവന്റെ ഊര് ഊരാൻ പറഞ്ഞു. ഊര് സ്ഥലം ആ സ്ഥലം இடம் ആ ഇടം പലേറ്റ ഓ മേഡത്തോട് ഊരേ. மேடம் മേടത്തോട് ഊരെങ്കേ ഊരെങ്കേ என்னோட ஊர் வந்து கலிபோர்னியா. ആ നീ എന്തിനാ അവിടെ ഇരി.
ഞാൻ ഇരിക്കാൻ ഒരു ഊര് നോക്കുക. കേട്ടപ്പോ എനിക്ക് നിന്നതാ. உங்களுக்கு தமிழ் ബഹുമാനം. தமிழ் லாங்குவேஜ் பத்தி உங்களுக்கு என்ன தெரியும்? അതൊരു ലാംഗ്വേജ് എടാ പേസ് കൂട്ട പേസ്. ரொம்ப പ്രഭാതം. നല്ല ടേസ്റ്റ് ഉണ്ട് മേഡം. சரி உங்களுக்கு எல்லாருக்கும் நான் ஒரு என்ன சொல்றது ஒரு எக்ஸ்பீரியன்ஸான ஒரு பையனை வச்சு காட்டி தரேன். சூர்யா താങ്ക് യു. நீ சமத்தா சொல்லி எப்படி நம்ம இன்ட்ரோடியூஸ் பண்றதுன்னு சொல்லு தமிழ்ல. காலை வணக்கம் டீச்சர். என் பேரு தான் சூர்யா பாஸ். அதுக்கப்புறம் நான் வந்து 3rd ஸ்டாண்டர்ட் படிக்கிறேன் டீச்சர். எனக்கு திருக்குறள் தெரியும் டீச்சர். ഇത് തരും. தந்தை சொல் திருக்குறள் திருக்குறள் குரல் குரல் திருக்குறள் குரல். சரி ஐயோ பின்னாடி தமிழ்ல பேசுறவங்க இருக்காங்க டீச்சர். மாட்டிக்கிட்டேன் டீச்சர். இல்ல அது பிரச்சனை இல்ல, அவர் எதுவும் சொல்ல மாட்டாரு. நீ கண்டினியூ பண்ணு. நீங்க இருந்தீங்கன்னா எதுவும் சொல்ல மாட்டேன் பேருவே. ஓகே டீச்சர். தந்தை சொல்மிக மந்திரிகம் இல்லை, தாயில் சிறந்த கோயில் இல்லை, திருக்குறள் சோடு திருவள்ளுவர் தேலர் மூற்றோர் சொல்வார்த்தை அமுதம் ஊக்கமுடைமை നമുക്കുണ്ട് ஆகர்த்து അമ്മ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്ര നാരായണ. இது தமிழ் தான். தமிழ்ல திருக்குறள் சொல்லுவோம். அது வந்து சொல்லுப்பா. May I go to toilet? I can go to toilet. No, you sit down. ഓക്കെ. അയ്യോ ടീച്ചറെ എന്തെങ്കിലും പഠിപ്പിച്ചു വാത്സു சொல்லு. சரி சூர்யா இங்க வா. கம் ஹியர். இன்னைக்கு எல்லாருக்குமே சூர்யா தான் கிளாஸ் லீடர். அவன் தான் கிளாஸ் எடுக்க போறான். நம்ம ஆல்பபெட்ஸ்ல இருந்து ஸ்டார்ட் பண்ணுவோமா சூர்யா? சரி ஸ்டார்ட். ഏല്ലേ ഇത് നമുക്ക് പറയാം. ഇത് നമുക്ക് പറയാം. പിന്നെ இது வந்து நம்ம ஆக்சுவலி பிரச்சனை தெரியுமா, மலையாளம் அண்ட் தமிழ் ஆர் pretty much similar. நம்ம வந்து கா எழுதுவோம் இல்லையா, நீங்க இந்த சொல்லுங்க சொல்லுங்க. എന്തെങ്കിലും ഹിന്ദി മനസ്സിലാവുന്നില്ല. മനസ്സിലായതുകൊണ്ടല്ല തമിഴ്. என்ன பேச சொல்லணுமா? இடம் ஓகே சரி. இது தமிழ் கிளாஸ் ஆனதால அந்த பக்கம் இந்த பக்கம் பேசுறதால தமிழ்ல தான் பேச முடியும். ஓகே சரி. அப்ப நான் வந்து என்ன சொல்ல வந்தேன்னா, நம்ம மலையாளம் கா இருக்கு இல்லையா, மலையாளம் கா இருக்கு இல்லையா, இருக்கேன். அது எப்படி எழுதுவோம்? കായ് എന്തിനാ എടുത്തിട്ട് കൊണ്ടുവന്നത്? കായ് ഒരു വർത്താനം പറയേണ്ട സാധനല്ലേ? நம்ம எப்படி எழுதுவோம் கேக்குறேன். കായ് എഴുതാൻ വേണ്ടിട്ട് How do you write ka in Malayalam? ഇപ്പൊ കാണിച്ചരാ. ഇതാ എന്റെ കൈ ശ്രദ്ധിക്കണേ. ഇതാ നോക്ക് നോക്ക് എന്റെ കൈ നോക്ക്. അയ്യോ സോറി കാലൊരു കുത്തു വന്നു പോയതാ. സോറി ടീച്ചറെ, കാലൊരു കുത്തു വന്നു പോയതാ. ഇതാ ഇങ്ങനെ കായ്താ സാറത് സോറി മാഡം. ടീച്ചർ അത് കൈ നീങ്ങിപ്പോയതാ മാഡം. കാണ്ടി ഇപ്പൊ കുത്തൊന്നു പോയതാ ടീച്ചറെ. കാണ്ടി വാസു കാണ്ടി ഇപ്പുറത്ത് കുത്തു വന്നു പോയതാ. അത് നിങ്ങളെ കുത്തിയത് ഞാൻ കണ്ട്. ചില്ലറ സത്യം കഴപ്പ് ചില്ലറയല്ല ഈ പ്രായത്തില്. അല്ല അത് കായതുമ്പോ കുത്തിട്ട് പോയതാ. അത് കായുടെ കൊത്ത എനിക്ക് അറിയാം. ഈ പ്രായത്തിന്റെ പ്രശ്നങ്ങളാ ഇതൊക്കെ, മനസ്സിലായ? കണക്ക് ടീച്ചർ ഉണ്ടെങ്കിൽ ഞാൻ ശതമാനവും ഹരിക്കലും കുണിക്കലും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേനെ. ആ തമിഴ് മാറ്റിട്ട് എങ്ങനെയെങ്കിലും കണക്കാക്കാൻ വേണ്ടി പറ്റോ വാസേ? അവരോട് തന്നെ ചോദിക്കണം. സ്കൂളിന്റെ ഉള്ളിട്ടേ കൂടെ എന്റെ ബോസ്, എന്റെ ബോസ് മീനൂട്ടി, ഇതെന്റെ ബോസ്. അശ്വന ഇതാണ് കേട്ടോ, ഇതാണ് മീനൂട്ടി. കൊച്ചിന്റെ പിയെ ഞാൻ, ഈ കൊച്ചിന്റെ പിയെ മീനൂട്ടി. മീനൂട്ടി മോളെ സുഖമല്ലേ?
അയ്യോ സോറി തിരിഞ്ഞു പോയി. മീനുകുട്ടി അയ്യോ കണ്ടില്ല. വാസുമാമന് കാണൂല, വാസുമാമൻ ഇടക്കിടക്ക് കണ്ടുപിടിക്കൂല, പ്രായായില്ലേ. അയ്യോ അത് മീനുട്ടിയുടെ നമ്പർ ആണല്ലേ 14. ഓക്കെ ഞാൻ ഫോണുണ്ട് S24 Ultra. ആശാനെ മീനുട്ടി മൈ ലവ്. മാമൻ ഇത് മാമൻ. ബാലന്റെ മോള്. പറയടാ. എന്റെ മോനും ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്, ഒന്ന് അനുഗ്രഹിക്കണേ. അണ്ണന് മാത്രം പെണ്ണില്ല, നമ്മള് ജനിച്ച കൊച്ചിനെ വരെ പെണ്ണായി. അങ്ങനത്തെ മൈ ലവ് അല്ല guys. ഈ മൈ ലവ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് എന്ന് മാത്രമാണോ? What the fuck? നന്നായി വരട്ടെ മക്കളെ. നിങ്ങൾ എത്ര നാളായി ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ജനിച്ചിട്ട് തന്നെ 5 മാസം ആയതേ ഉള്ളൂ. പിന്നെ എന്തിനു ഹോസ്പിറ്റലിൽ നിന്നാണോ കണ്ടുപിട്ടിയെ? സ്കൂളൊക്കെ തുടങ്ങിയിട്ട്. എന്ത് കഴിക്കുന്ന, കുറുക്കാണോ സെർലാക്കാ? കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാറായ സെർലാക്കൊക്കെ നല്ല ടേസ്റ്റാ. എനിക്കറിയാവുന്നതാ, എക്സ്പീരിയൻസ് കൊണ്ട് പറയാ. ഫോർമുല മിൽക്കൊക്കെ ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, നല്ല ടേസ്റ്റാ. ഞാൻ ഫോർമുല മിൽക്ക് കുടിച്ചു നോക്കാറുണ്ട്. ഞാൻ മട്ടൻ ബിരിയാണി കൊടുക്കും.